എന്നിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഒന്നും ചെയ്യാൻ തോന്നിയില്ല, ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ജർമ്മനിയിൽ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 10-15 ഇന്റർവ്യൂ, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ 15 ഇന്റർവ്യൂ ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നിയ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ക്ലിനിക്കിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു. ഞാൻ ലോങ് ഉള്ള ഇന്റർവ്യൂസും ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ക്ലിനിക്കായിരുന്നു. അപ്പോൾ അവരെനിക്ക് നേരത്തെ തന്നെ ഇന്റർവ്യൂ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ സമയം മാറ്റി വെച്ചിട്ട് വേണം വരാൻ, നീണ്ടു നിൽക്കുന്ന നല്ല ദൈർഘ്യമുള്ള ഇന്റർവ്യൂ ആയിരിക്കുമെന്ന്. അപ്പം ഞാൻ അവിടെ ചെന്നു. ആദ്യം തന്നെ എനിക്കൊരു എക്സാം ആയിരുന്നു. അത് ഒരു 30 മിനിറ്റ് ആയിരുന്നു എക്സാം. വലിയ പാടൊന്നും ഇല്ലായിരുന്നു. 30 മിനിറ്റ് അത് പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ സെക്കൻഡ് റൗണ്ട് ഇവരെന്നോട് പറഞ്ഞു ഒരു യൂണിഫോം തന്നു. ഒരു യൂണിഫോം തന്നിട്ട് അത് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു പിക്ചർ തന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പിക്ചറിലുള്ള ഒരു സംഭവം ഞാൻ അതേപോലെ അപ്പുറത്ത് പോയി പ്രസന്റ് ചെയ്യണം. അവിടെ ഒരു ഡെമ്മിനെ കിടത്തിയിട്ടുണ്ട്. ഞാൻ ഡെമ്മിനെ ഒരു നേഴ്സായിട്ട് ഞാൻ അഭിനയിക്കണം. അപ്പം എനിക്കത് വായിച്ചു നോക്കിയപ്പോഴേ ഇനി അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടൊരു ഫീൽ തോന്നി. എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നി. അപ്പം ഞാൻ അവരുടെ അടുക്കൽ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഞാൻ നോക്കി, ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഒരു ഗുട്ടൻ മോർഗൻ പോലും പറയാൻ എനിക്ക് പറ്റുന്നില്ല അന്നേരം. അപ്പം ഞാൻ അവരുടെ അടുക്കൽ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ട് രണ്ടുപേരും നിൽക്കുക. ഇതെന്താ ഈ കൊച്ച് വന്നിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ അവിടെ നിന്നിട്ട് ഞാനപ്പോൾ പറഞ്ഞു എനിക്കിത് അറിയത്തില്ല, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിന് അവിടെ നിന്നിട്ട് പറഞ്ഞു അവരുടെ ഡെമ്മി സംസാരിക്കുന്നതായിട്ട് ഇവർ അഭിനയിക്കുന്ന അവിടെ നിന്നൊരു പുള്ളിക്കാരി, ഇതാണ് എനിക്ക് ഇന്ന ആവശ്യമാണ്, എനിക്ക് വയ്യ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേനും എനിക്ക് തലയെല്ലാം കൂടെ പെരുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ എനിക്കറിയത്തില്ല, എനിക്ക് അന്നേരം ഒന്നും ചെയ്യാൻ തോന്നിയില്ല, ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ആ ഡെമ്മി അടിക്കലോ ഒക്കെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് അവിടെ അവർ കുറേ ഇങ്ങനെ മെസ്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇത്ര അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പൊക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു റൗണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു പുള്ളിക്കാരിയുമായിട്ട് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ പോലെ ഞാൻ ഇത്രയും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തതിൽ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രസന്റേഷൻ പോലെ ഒരു സംഭവം ആദ്യമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഏത് മെയിൽ വന്ന ഒരു 1.5 മണിക്കൂർ പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് പോയിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ ഈ സംഭവം അവിടെ കിടക്കുക. എൻ്റെ കൂട്ടുകാരും എന്നോട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.